الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الإخوان والأخوات، أوصيكم إياي أولا بنفسي بتقوى الله. وقد قال الله تعالى في القرآن العزيز: أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. وقال الله أيضا: بسم الله الرحمن الرحيم. فلولا إذ جاءهم بأسنا تضرؤوا ولكن قست قلوبهم وزين لهم الشيطان ما كانوا يعملون. സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരുടെയും ജീവിതത്തെ എപ്രകാരം അല്ലാഹുവിനെ സമർപ്പിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തക്കികളായി ജീവിക്കുവാൻ, ജീവിതത്തിൽ എപ്പോഴാണ് എന്ന് മുൻകൂട്ടി അറിയിച്ചിട്ടില്ലാത്ത മരണമാകുന്ന യാത്രയെക്കുറിച്ച് ഏറ്റവും കൂടുതലായി ഓർമ്മയുണ്ടായിരിക്കുകയും ഏതൊരു സന്ദർഭത്തിലാണോ നമ്മൾ ആ മരണമാകുന്ന യാഥാർത്ഥ്യത്തിന് കീഴുനിൽക്കുന്നത്, അതൊരു യഥാർത്ഥ മുസൽമാന്റെ മരണമാക്കി തീർക്കുവാനുള്ള പരിശ്രമവും എപ്പോഴും കൈക്കൊള്ളുന്നവരായിരിക്കണം എന്ന് ആദ്യമായി സ്വന്തത്തോടും തുടർന്ന് നിങ്ങളെ ഓരോരുത്തരോടും ശക്തിയായ ഭാഷയിൽ വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിന്ന് ഒരു വർഷവും കൂടി കടന്നു പോകുന്ന ഒരു വെള്ളിയാഴ്ച സുദിനത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ദുൽഹിജ്ജ മാസയുടെ അവസാനത്തെ വെള്ളിയാഴ്ചയിൽ ഒരു ഇംഗ്ലീഷ് മാസത്തിലെ 50 വർഷം ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഹിജ്രിയായ കലണ്ടർ പ്രകാരം 51.5 വർഷമാണ് അവന്റെ ജീവിതം. അപ്പോ ആ നിലക്ക് നോക്കുകയാണെങ്കിൽ ഒരു 10-33 വർഷം ജീവിച്ച ഒരാൾ, ഒരു മുസൽമാൻ, ഒരു വിശ്വാസി അല്ലെങ്കിൽ ഒരു വിശ്വാസിനി, അവന്റെ കണക്ക് പുസ്തകത്തിൽ 34 വർഷം പൂർത്തിയായി പോവുകയാണ്.
അപ്പൊ എന്റെയും നിങ്ങളുടെയും ഒക്കെ ആയുസ് നമ്മളൊന്ന് എടുത്ത് നോക്കിയിട്ട് സാധാരണ നമ്മൾ പറയാറുള്ള ഗ്രിഗേറിയൻ കലണ്ടർ പ്രകാരം ഞാൻ 54-ാമത്തെ വയസ്സിൽ നിൽക്കുന്ന ഒരാളാണ് എന്ന് പറയുമ്പോൾ എന്റെ നാഥന്റെ മുന്നിൽ ഞാൻ 55.5 വർഷത്തിൽ കൂടുതൽ കാലത്ത് വിചാരണയ്ക്ക് വിധേയനാക്കപ്പെടുന്നവനാണ് എന്ന ഒരു തിരിച്ചറിവ് കൂടി എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകുന്നത് നല്ലതാണ്. നമുക്കറിയാം, വിശ്വാസിനികളെ സംബന്ധിച്ചിടത്തോളം നശ്വരതയുടെ ലോകത്ത് നിന്ന് അനശ്വരതയുടെ ലോകത്തേക്കുള്ള ഒരു യാത്രയാണ് ജീവിതം എന്ന് പറയുന്നത്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ, റഹ്മാനിയത്തിന്റെ കാരുണ്യം അനുഭവിക്കുന്ന നമ്മൾ റഹീമിയത്തിന്റെ കാരുണ്യത്തിലേക്കുള്ള തേട്ടത്തിന്റെയും കേണപേക്ഷയുടെയും സമർപ്പണത്തിന്റെയും ഒക്കെ ജീവിതത്തിന്റെ വഴിയിലാണ് ഒരു വിശ്വാസിയുള്ളത്. നിശ്ചയമായും ഓർക്കേണ്ടത് ഓർക്കാതെ, ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കാതെ, ചേർത്ത് പിടിക്കേണ്ടതിനെ ചേർത്ത് പിടിക്കാതെ, വർജിക്കേണ്ടതിനെ വർജിക്കാതെ അങ്ങനെ ജീവിച്ച് തീർത്തിട്ട് റഹീമിയത്തിന്റെ കാരുണ്യത്തിലേക്ക് നാളെ എത്താം എന്ന് നമ്മൾ ധരിക്കരുത്, വിചാരിച്ചു പോകരുത്. വിശുദ്ധ ഖുർആൻ അതിന്റെ 6-ാമത്തെ അധ്യായം സൂറ അൽ-അൻആമിലെ 44-ാമത്തെ വചനത്തിൽ നമ്മളോട് പറയുന്നുണ്ട്, ഫലമ്മാ നസു, പലതും മറന്ന് ജീവിച്ചു, പലവിധ കൽപ്പനകളെയും അവഗണിച്ചിട്ടാണ് അവർ ജീവിച്ചത്. മാ ദുക്കിറൂ ബിഹി, അവരെ ഓർമ്മപ്പെടുത്തിയതാണത്. അല്ല പറയാ, ഓർമ്മപ്പെടുത്താനുള്ള സംവിധാനങ്ങൾ ഭൂതലത്തിൽ മനുഷ്യൻ വന്നിറങ്ങിയത് മുതൽ സൃഷ്ടാവായ റബ്ബ് ക്രമപ്പെടുത്തിയിട്ടുള്ളതാണ്. ആദമേ, നീ ഈ സ്വർഗത്തിൽ നിന്ന് പുറത്തേക്ക് പോയിക്കോ, ഇനി നിശ്ചിതമായ ഒരു കാലയളവ് നീയും നിന്റെ സന്താനവർഗവും താമസിക്കേണ്ട ഇടം ഭൂമിയാണ് എന്ന് പറഞ്ഞതിന്റെ പുറകെ അല്ല പറഞ്ഞതാണ് എന്റെ ഒക്കെ മാർഗദർശനം വരും. അതാണല്ലോ പറഞ്ഞത്, മാ ദുക്കിറൂ ബിഹി, ഓർമ്മപ്പെടുത്തിയതാണ് പലതും, ഉത്ബോധിപ്പിച്ചതാണ് അവരെ പലതും. പക്ഷേ അതിനെ അവഗണിച്ചും മറന്നുമാണ് അവർ ജീവിച്ചത്. ഫതഹ്നാ അലൈഹിം അബവാബ കുല്ലി ശൈഇൻ, മനുഷ്യൻ ആവറേജ് ചിന്തിക്കുന്നത് എനിക്കൊന്നിനും പോരായ്മയില്ലല്ലോ എന്നാണ്, എനിക്കൊരു കുറവുമില്ലല്ലോ, ഞാൻ സുഖമായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ. അതാണല്ലോ പറഞ്ഞത്, ഫതഹ്നാ അലൈഹിം അബവാബ കുല്ലി ശൈഇൻ, പലതിന്റെയും കവാടങ്ങൾ അവരുടെ മുന്നിൽ നാം തുറന്നു കൊടുത്തതാണ്. അവന്റെ കഴിവ് കൊണ്ട് ഉണ്ടായതല്ല, അവന്റെ മേനി കൊണ്ടുണ്ടായതല്ല, അവന് പാരമ്പര്യമായി കിട്ടിയതാണ് എന്ന് അവൻ പറഞ്ഞാലും ആ കിട്ടിയതും അള്ള തുറന്നു കൊടുത്ത അവന്റെ അനുഗ്രഹത്തിന്റെ കവാടങ്ങൾ കൊണ്ട് ലഭിച്ചതാണ്. അങ്ങനെ പല കവാടങ്ങളും അവന് നാം തുറന്നു കൊടുത്തപ്പോൾ ഓർക്കേണ്ടത് പലതും ഓർക്കാതെ, എപ്പോഴും ഓർമ്മയിൽ കാത്തു സൂക്ഷിക്കേണ്ട പലതും അവൻ അവഗണിച്ച് ജീവിച്ചിരിക്കുന്നു. നാം നൽകിയതിൽ അവൻ ആഹ്ലാദചിത്തനായിരുന്നു, അവർക്ക് നൽകപ്പെട്ടതിൽ അവർ വളരെ സന്തുഷ്ടരായിരുന്നു, സന്തോഷഭരിതരായിരുന്നു. എന്നിട്ടുള്ള പറയാ, അഹദിനാഹും ബഅത്തൻ, പെട്ടെന്നായിരിക്കും നമ്മുടെ പിടുത്തം. മറന്ന് ജീവിക്കുന്നവരോടും ഓർമ്മിച്ച് ജീവിക്കുന്നവരോടും അള്ളാഹ്ക്ക് പറയാനുള്ളതാണ്. പ്രത്യേകിച്ച് വിസ്മരിച്ച് അവഗണിച്ച് അള്ളാഹുവിന്റെ ദിക്റുകളെ, അള്ളാഹുവിന്റെ സ്മരണകളെ, അള്ളാഹുവിന്റെ ഉത്ബോധനങ്ങളെ, അള്ളാഹുവിന്റെ താക്കീതുകളെ അവഗണിച്ച് ജീവിക്കുന്നവരോട് അള്ളാഹ്ക്ക് പറയാനുള്ളത്, വളരെ പെട്ടെന്നായിരിക്കും, പൊടുന്നനെയായിരിക്കും നമ്മുടെ പിടുത്തം. ഫഇദാഹും മുബ്ലിസൂൻ, അന്നേരം നിരാശപ്പെട്ടിട്ട് കാര്യമില്ല കേട്ടോ, അന്നേരം നിരാശപ്പെട്ടിട്ട് കാര്യമില്ല. അപ്പോൾ ജീവിതത്തിൽ നിന്നൊരു വർഷം കൊഴിയുമ്പോൾ
ആലോചിക്കേണ്ടത്, നിരാശപ്പെടേണ്ടവരായി നമ്മൾ മാറുമോ? പ്രതീക്ഷയുള്ളവരായി കൊണ്ട് നമുക്കൊരു വർഷത്തെ യാത്ര അയക്കാൻ സാധിക്കുമോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നിരാശപ്പെടാൻ വലിയ പ്രയാസമൊന്നുമില്ല. വിശുദ്ധ ഖുർആനിന്റെ തൊട്ട് മുമ്പത്തെ ആയത്തിൽ, അൻആമിലെ 43-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറഞ്ഞതാണ് ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചത്. എന്താണ് അവിടെ പറഞ്ഞത്? ഫലൗലാ ഇദ് ജാഅഹും ബഅസുന. പല ശിക്ഷകളും അവർക്ക് മുമ്പുള്ളവർക്ക്, അവരുടെ ഇടയിൽ തന്നെ ഉള്ളവർക്കൊക്കെ നാം പറഞ്ഞയച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. അങ്ങനെ ഫലൗല, ഒന്ന് ചിന്തിച്ചു നോക്കിക്കൂടെ? ഒന്ന് ആലോചിച്ച് നോക്കിക്കൂടെ? വെറുതെ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ രാജ്യത്തിരുന്നിട്ട് ഈ തെക്കേ അറ്റത്തുള്ള കേരളത്തിലെ നിവാസികളൊന്ന് ആലോചിച്ചൂടെ? ഉത്തരേന്ത്യയിൽ ഇതേ സമുദായം അനുഭവിക്കുന്ന വേദന എത്രയാണ്? ബീഫിന്റെ പേരില് അവരർത്ഥട്ടല്ല, മറിച്ച് ആരോപിച്ചുകൊണ്ട് അന്യായമായി അനീതിക്ക് വിധേയമാക്കപ്പെടുന്ന ഒരു ഉമ്മത്ത്, ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഒരു ഉമ്മത്തിന്റെ ചിത്രം എനിക്കും നിങ്ങൾക്കും പറയാവുന്ന ഇന്ത്യ രാജ്യത്തുണ്ട് അല്ലെ? കഴിഞ്ഞ ചില മാസങ്ങൾക്കുള്ളിൽ മധ്യപ്രദേശിൽ നടന്നു. 8 പൊട്ടും തിരിയാത്ത കുഞ്ഞുങ്ങള് 2018 കാശ്മീരിൽ ആസിഫ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ വിഷയം കത്തുവ എന്ന് പറയുന്ന പ്രദേശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാനും നിങ്ങളും ഖുത്ബ നടത്തിയതും കേട്ടതും. അവിടെ നിന്ന് ഡൽഹിയിലേക്ക് വരും ദളിതരായിട്ടുള്ള കുട്ടികളും ചെറിയ മുസ്ലിം പെൺകുട്ടികൾ, 10-12 വയസ്സുള്ള പെൺകുട്ടികൾ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെടുകയും അതിനേക്കാൾ നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെടുകയും ചെയ്യുന്ന പലതും നമ്മുടെ കൺമുന്നിലുണ്ടല്ലോ. അത് ചോദിക്കുക, ഫലൗല ഇത് ജാഅഹും, അവർക്ക് വന്നിട്ടുണ്ടല്ലോ. അവരിലേക്ക് പലതും അവരുടെ വാർത്തകളിൽ, അവരുടെ കൈകളിൽ ഇരിക്കുന്ന ദൃശ്യമാധ്യമങ്ങളിൽ, സോഷ്യൽ മീഡിയകളിൽ അങ്ങനെ പലതും അവർക്ക് വന്നിട്ടുണ്ടല്ലോ. ബഅസുന, നമ്മുടെ ശിക്ഷയായും നമ്മുടെ പരീക്ഷണങ്ങളായും നമ്മുടെ ഭാഗത്തു നിന്നുള്ളതായിട്ടുള്ള ചില ഗുണപാഠങ്ങളായിട്ടും ഒക്കെ അങ്ങനെ പലതും വന്നിട്ടുണ്ടല്ലോ. അല്ലാഹ് ചോദിക്കുക, തദറഉ, എന്നിട്ടും നിങ്ങൾക്ക് എന്തേ ഒന്ന് വിനയം കാണിക്കാൻ കഴിയാത്തത്? ഒന്ന് എളിമയോടുകൂടി വിനയത്തോടുകൂടി സൃഷ്ടാവിന്റെ മുന്നിലേക്ക് നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും ഒന്ന് ഒഴിഞ്ഞിരുന്ന് നമ്മുടെ നാഥന്റെ മുന്നിലേക്ക് എന്തേ വിനയപ്പെട്ടു വരാൻ കഴിയാത്തത്? അല്ലാഹ് വീണ്ടും ചോദിക്കുക, വലാകിൻ ഖസത് ഖുലൂബഹും, ഹൃദയങ്ങൾ കടുത്തു പോയല്ലേ? എത്ര കേട്ടിട്ടും എന്തെല്ലാം കണ്ടിട്ടും എവിടെയെല്ലാമോ സംഭവിക്കുന്നത്. ഫലസ്തീനിന്റെ മക്കളെ കുറിച്ച് ഞാനും നിങ്ങളും പ്രാർത്ഥിച്ച് ഒരു വർഷം അങ്ങോട്ട് കടന്നുപോയി അല്ലേ? തേട്ടം ഒറ്റയ്ക്കും കൂട്ടായി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എന്തൊക്കെ സംഭവങ്ങൾക്ക് സാക്ഷിയായി മുസ്ലിം ലോകം. എന്നിട്ട് നമ്മുടെ ഹൃദയങ്ങൾക്ക് അള്ളാഹുവിന്റെ അരികിലേക്ക് വിനയപ്പെട്ടു വരാൻ, എളിമയോടുകൂടി താഴ്മയോടുകൂടി വിനയത്തോടുകൂടി വരാൻ എന്തേ നിങ്ങൾക്കിതൊന്നും പാകപ്പെടാത്തത്? അല്ലാഹ് ചോദിക്കുക, വലാകിൻ ഖസത് ഖുലൂബഹും, അവരുടെ ഹൃദയങ്ങൾ കടുത്തു പോയല്ലേ? കാഠിന്യം അനുഭവിക്കപ്പെടുന്ന അവസ്ഥയിലേക്കായി പോയല്ലേ? ആയത്തിനെ അവസാനിപ്പിച്ചുകൊണ്ട് അല്ലാഹു തആല ഒന്നുകൂടി പറഞ്ഞു, വസയ്യന ലഹുമുശ് ശൈത്വാൻ, നമുക്ക് തോന്നുന്നു നമ്മൾ ജീവിക്കുന്ന ഈ ജീവിതം തന്നെയാണ് ഏറ്റവും നല്ലത്. നമുക്ക് പ്രശ്നങ്ങളില്ലല്ലോ, നമുക്ക് പ്രയാസങ്ങളില്ലല്ലോ, നമുക്കും ഉണ്ടാകുന്നുണ്ടല്ലോ. ക്ഷേത്രങ്ങളുടെ പരിസരത്ത്, ആരാധനാലയങ്ങളുടെ പരിസരത്ത് പലതിനെയും തല്ലിക്കൊന്നു കൊണ്ടുവന്നിട്ടിട്ട് അതിന്റെ പ്രതികളെ തെരയുന്ന, അത് പലതിലേക്കുമുള്ള ചൂണ്ടുപലകയായിട്ട് താക്കീത് ചെയ്യുന്ന, അതിന്റെ യഥാർത്ഥ പ്രതികളെ കിട്ടാതെ പോയാൽ ഒരു സമുദായത്തെ ഞങ്ങൾ തീർച്ചയായും പ്രതിക്കൂട്ടിൽ നിർത്തിയിട്ട് പ്രതികരിക്കുമെന്ന് പറയുന്ന വാർത്തകൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ പോലും വന്നുകൊണ്ടിരിക്കെ, നമുക്ക് നമ്മുടെ ജീവിതം, നമ്മുടെ കുറെ ആഹ്ലാദങ്ങൾ, കുറെ ആവേശങ്ങൾ, കുറെ
ഫർഹത്ത് എന്ന് ഖുർആൻ പറഞ്ഞ കുറെ വിനോദങ്ങളും കുറെ കളികളും അങ്ങനെയായി കൊണ്ടുള്ള ഒരു ജീവിതത്തിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ പ്രവർത്തനം വളരെ നല്ലതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ അത് തീർച്ചയായും പിശാചിന്റെ തോന്നിപ്പിക്കലുകളാണ് എന്ന് ഖുർആൻ പറഞ്ഞു. അത് പൈശാചികമായ തോന്നലുകളാണ് കേട്ടോ. ഖുർആൻ ആയത്തിനെ അവസാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞത് മകാനു യഅമലൂൻ, അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അവർക്ക് സീനത്തായിട്ട് അലങ്കാരമായിട്ട് കുഴപ്പമില്ലാത്തതായിട്ട് അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ തോന്നലുകൾ പിശാച് അവർക്ക് തോന്നിച്ചു കൊടുക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടാണ് 43-ാമത്തെ ആയത്ത് 6-ാമത്തെ അധ്യായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനിപ്പിച്ചത്. പലപ്പോഴും എനിക്കും നിങ്ങൾക്കൊക്കെ സംഭവിക്കുന്നത്, ഞാനും നിങ്ങളുമൊക്കെ നിൽക്കുന്ന ഒരു പ്രതലം എന്ന് പറഞ്ഞാൽ ഒരു മുഹമ്മദ് അഖ്ലാഖിന്റെ വിഷയം ഉണ്ടായപ്പോൾ നമ്മളൊക്കെ ഭയങ്കര പ്രതികരണത്തിലായിരുന്നു. പിന്നീട് അത് വരുമ്പോൾ നമുക്ക് അത്ര വലിയ പ്രതികരണമില്ലാത്തൊരവസ്ഥയിലേക്ക്, നമ്മളല്ലല്ലോ എന്നൊരു ആശ്വാസത്തിലേക്ക്, സമാധാനത്തിലേക്ക് നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിലേക്ക് പോകുകയാണ്. നിർഭയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഡൽഹിയിൽ കൊല ചെയ്യപ്പെട്ടപ്പോൾ ഡൽഹി ഒന്നാകമാനം ഇളകി മറിഞ്ഞു അല്ലേ? എന്നാൽ ഇതേ ഇക്കഴിഞ്ഞ വാരത്തിൽ 12 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ജീവിതത്തിന്റെ അടിസ്ഥാന പ്രശ്നമാകുന്ന ഭക്ഷണത്തെ മുൻനിർത്തിയിട്ട് ഞാൻ നിനക്ക് ഭക്ഷണം വാങ്ങിത്തരാം എന്ന് പറഞ്ഞു കൊണ്ടുപോയിട്ട് ഭക്ഷണം വാങ്ങിക്കൊടുത്തില്ല എന്ന് മാത്രമല്ല, അത് നിഷ്ഠൂരമായി ഒരു സംഘം ചേർന്ന് ആ കുട്ടിയെ പീഡിപ്പിക്കുകയും വളരെ നിഷ്ഠൂരമായിട്ട് ആ കുട്ടിയെ കൊന്നുകളയുകയും ചെയ്തു. നമ്മൾ ആരും അറിഞ്ഞില്ല, ഡൽഹി അറിഞ്ഞില്ല. എല്ലാവർക്കും ഒരു അജണ്ടയുണ്ട് പ്രിയപ്പെട്ടവർ. നീറ്റിന്റെ പ്രശ്നം എത്ര വാചാലമായിട്ടാണ് നമ്മുടെ നിയമസഭകളിലും നമ്മുടെ ലോകസഭകളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആരും വൈകാരികമായി പറയല്ല, നിങ്ങൾ അതിശോക്ക് വലിയ വിഷയമാണ്. നമ്മുടെ കുട്ടികൾ എഴുതുന്ന ഏറ്റവും അടിസ്ഥാനപരമായ ഒരു പരീക്ഷയുടെ തലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നതും വളരെ ഗൗരവമുള്ള വിഷയമാണ്. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടത് അതാണോ അതല്ല, ഇവിടെ ഒരു ഇന്ത്യയിൽ ജനിച്ചു വീണ ഒരു പൗരന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ജീവൻ പോലും നഷ്ടപ്പെടുന്ന വിധത്തിൽ നിഷ്ഠൂരമായി പോകുന്ന ഒരു വിഷയമാണോ പാർലമെന്റിൽ ഉന്നയിക്കപ്പെടേണ്ടത് എന്ന് ചോദിച്ചാൽ അത് ഉന്നയിക്കാൻ പോലും ആളില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ ശുഷ്കമായി കൊണ്ടിരിക്കുന്നു. നമുക്ക് വേണ്ടി നമ്മൾ സ്വയം നമുക്ക് വേണ്ട പ്രതിരോധങ്ങൾ തീർക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ നാഥനുമായിട്ടുള്ള ഏറ്റവും നല്ല ഒരു ബന്ധം, അതാണ് ഏറ്റവും ഒന്നാമത്തെ ഘടകം. നമ്മുടെ റബ്ബുമായിട്ടുള്ളൊരു ബന്ധം, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ആ ബന്ധത്തെ ഏറ്റവും ഊഷ്മളമാക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടിയിരിക്കുന്നു. അതിനെന്ത് വേണം? റബ്ബിലേക്ക് പോകണം. അത് ചോദിച്ചില്ലേ, അലം യഅനി ലില്ലദീന ആമനു, എന്നെ നിങ്ങളെ വിളിച്ചത്, എന്നോട് നിങ്ങളോടാ ചോദിച്ചത്. സമയമായില്ലേ വിശ്വാസികളെ? സമയമായില്ലേ? അല്ലാഹുവിന്റെ സിക്ർ കൊണ്ട് തീർച്ചയായും നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ശരിയായ ഭക്തി നേടാൻ, അല്ല ശരിയായ ഭയഭക്തനാകാൻ ഇനിയും നിങ്ങൾക്ക് സമയമായില്ലേ എന്നല്ല നമ്മളോട് ചോദിക്കുന്നത്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നുണ്ട്. 57-ാമത്തെ അധ്യായം സൂറത്തുൽ ഹദീദിലെ 16-ാമത്തെ ആയത്താ. ആ ആയത്തിന്റെ തഫ്സീറിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മക്കയിൽ ഞങ്ങൾ അനുഭവിച്ച അതി പ്രയാസകരമായ ഒരു കാലഘട്ടം കഴിഞ്ഞുപോയി. അതീവ പ്രയാസകരമായ ശഅബ് അബീ ത്വാലിബിന്റെ ഒക്കെ താഴ്വരയിലെ ഉപവാസത്തിന്റെ പ്രയാസങ്ങള്, ഉപരോധത്തിന്റെ പ്രയാസങ്ങള്, പച്ചിലകൾ തിന്നും അതുപോലെ തന്നെ തോലുകൾ അത് കുതിർത്തിയും ഒക്കെ കഴിച്ചു പോയ ഒരു കാലം ഞങ്ങൾക്ക് കടന്നു പോയിട്ട് അവിടെ നിന്ന് ഞങ്ങൾ പതുക്കെ മദീനത്തേക്ക് എത്തി. മദീനത്ത് ചെന്നപ്പോൾ ബദർ നടന്നു, ഞങ്ങൾക്ക് അനുകൂലമായിരുന്നു. ഉഹദിന്റെ പരീക്ഷണങ്ങൾ ഞങ്ങൾ നേരിട്ടെങ്കിലും പിന്നീട് ഞങ്ങളുടേതായിട്ടുള്ള പല ഇടപാടുകളിലൂടെ ഭൗതികമായ ജീവിതത്തിന്റെ മദീനത്തെ അങ്ങാടികളും അവിടുത്തെ സാഹചര്യങ്ങളെയും ഉപയോഗപ്പെടുത്തിയിട്ട് ഞങ്ങൾ ഇങ്ങനെ പതുക്കെ പതുക്കെ പച്ച പിടിക്കാൻ തുടങ്ങി. അങ്ങനെ ഹിജറ 4-ാം വർഷം ഞങ്ങളെ ഉദ്ദേശിച്ചിട്ട് മാത്രമല്ല ചോദിച്ച ചോദ്യമാണ്, അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്.
ഞാനും നിങ്ങളെവിടെ നിൽക്കും? സ്വഹാബ പറയാ, ഞങ്ങൾ മക്കയിൽ അള്ളാഹുവിനുണ്ടായിരുന്ന ആ ഭക്തി, മക്കയിൽ വെച്ച് റബ്ബുമായിട്ട് ഞങ്ങൾക്കുണ്ടായിരുന്ന ആ ഖുശൂ, അള്ളാഹുവിനെ കുറിച്ചുള്ള സിക്ർ മദീനത്തേക്ക് വന്നപ്പോൾ കുറഞ്ഞു പോയോ എന്ന് അള്ളാഹുവിന് ഞങ്ങളിൽ നിന്ന് അത് അള്ളാഹുവിന് ആ രൂപത്തിൽ ലഭ്യമാകാതെ പോയോ എന്നതുകൊണ്ടായിരിക്കണം ഞങ്ങളെ മാത്രം അല്ലാഹു തആല ഉദ്ദേശിച്ചുകൊണ്ട് ഇറക്കിയതാണ് അലം യഅലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിസിക്രില്ലാഹ്. സ്വഹാബത്തിന് ഒരു ജമാഅത്ത് നഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു, മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ പാടത്തു നിന്നാണ് അവർ പള്ളിയിലേക്ക് വന്നത്. എവിടുന്ന്? കർഷകരാണ്, ഭാര്യയും ഭർത്താവും കർഷകരാണ്. ബാങ്ക് കേൾക്കുമ്പോൾ അവിടെ നിന്നാണ് അവര് ശുദ്ധി വരുത്തി ഒദു ചെയ്ത് അവര് പള്ളിയിലേക്ക് വന്നത്. ഞാനും നിങ്ങളും എങ്ങനെയാണ് നമ്മളെയൊക്കെ ജമാഅത്തിന്റെ അവസ്ഥ? ഓരോ കാര്യങ്ങളും നമ്മൾ നോക്കുക. നമ്മളെയൊക്കെ സാമ്പത്തികമായ ക്രയവിക്രയങ്ങൾ എങ്ങനെയാ? ഞാൻ ആരും കുറ്റപ്പെടുത്തില്ല. കൊഴിഞ്ഞു പോകുന്ന ജീവിതമാണ്. ഒരു ദുൽഹിജ്ജ 28 അന്ന് വെള്ളിയാഴ്ച ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ പ്രിയപ്പെട്ടവർ ഓർമ്മപ്പെടുത്തണ്ടേ? എനിക്കും നിങ്ങൾക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കേ, ഇനി മുഹറം 1 എന്ന് പറയുന്നത് ഞാനും നിങ്ങൾ പ്രവേശിക്കുന്നത് തിങ്കളാഴ്ച. നിയ്യത്ത് ചെയ്യണ്ടേ ഒരു സുന്നത്തായ നോമ്പിന്? തുടങ്ങണ്ടേ? റബ്ബുമായിട്ടുള്ള ബന്ധം നമുക്കുണ്ടാകണ്ടേ? റബ്ബുമായിട്ടുള്ള ഈ ബന്ധം നമുക്ക് ഇല്ലാതെ ആര് നമ്മളെ സംരക്ഷിക്കും? ആരാ നമുക്ക് വേണ്ടി വർത്തമാനം പറയാനുള്ളത്? ആരാ നമുക്ക് വേണ്ടി സംസാരിക്കാനുള്ളത്? ആരില്ല. നമുക്ക് തിരിച്ചു പോകാനുള്ളത് നമ്മുടെ റബ്ബിലേക്കാണ് പ്രിയപ്പെട്ടവരെ. അതാണ് അല്ലാഹ് ചോദിച്ചത്, സമയായില്ലേ? അലം യഅനി, സമയായില്ലെന്ന്. എന്തു പറയും ഞാൻ നിങ്ങളും? തെക്കേറ്റത്തെ കേരളം സുരക്ഷിതമാണെന്ന് പറയോ? ഇവിടെ പ്രശ്നങ്ങളില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് സമയമില്ല എന്ന് പറയോ? പിന്നെ എന്തിനാ നമ്മൾ ഫലസ്തീന മക്കൾക്ക് വേണ്ടി നമ്മൾ വിലാപമൊരുക്കിയത്, നമ്മുടെ വിലാപകാവ്യങ്ങൾ എഴുതിയത്? എന്തിനാ നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞത്? എന്തിനാണ് നമ്മൾ വെറും കാപട്യത്തിന്റെ മുഖമുദ്ര നമ്മൾ സ്വീകരിക്കാൻ പാടുള്ളൂ? ഖുർആൻ തുടർന്ന് ചോദിച്ചത് തീർച്ചയായും ഖുർആനിലേക്ക് വരാൻ സമയമായില്ലേ? അതാണ് പറഞ്ഞത്. അള്ളാഹുവിൽ നിന്ന് അവതീർണമായ ഈ സത്യത്തിലേക്ക്, ഈ നിത്യസത്യമാകുന്ന അള്ളാഹുവിന്റെ താക്കീതുകളിലേക്കും അള്ളാഹുവിന്റെ മുന്നറിയിപ്പുകളിലേക്കും വരാൻ അല്ലയോ വിശ്വാസികളെ, നിങ്ങൾക്ക് സമയമായില്ലേ? എന്നിട്ടാണ് അല്ലാഹു തആല പറഞ്ഞത്, വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലു ഫത്വാല അലൈഹിമുൽ അമദു ഫഖസത് ഖുലൂബുഹും. നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ വേദഗ്രന്ഥത്തിന്റെ ആളുകളെ പോലെ നിങ്ങൾ ആകാതിരിക്കണം. അതിനാണല്ലോ പറഞ്ഞത്, നിങ്ങൾക്ക് മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ട യഹൂദ ക്രൈസ്തവരെ പോലെ നിങ്ങൾ ആകാതിരിക്കാനും നിങ്ങൾക്ക് സമയമായില്ലെന്ന്. എന്തായിരുന്നു അവരുടെ നിലപാട്? അവർക്ക് ആവശ്യമുള്ളപ്പോൾ ദൈവത്തെ വേണം. അവരുടെ ആവശ്യങ്ങളിൽ അവർക്ക് അള്ളാഹിനോട് പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കണം, യഹോവയോട് പ്രാർത്ഥിക്കണം. അങ്ങനെ അവർ അള്ളാഹുവിന്റെ ജീവിതത്തിൽ നിത്യമായിട്ടുള്ള ഖുശൂ, അവനോടുള്ള ഭയഭക്തി, അവനോടുള്ള ദൈവഭക്തി അത് നിലനിർത്താൻ തയ്യാറാകാതെ ജീവിച്ച ആ യഹൂദ ക്രൈസ്തവരെ പോലെ ആകാതിരിക്കാൻ അല്ലാഹു തആല നിങ്ങൾക്ക് മുന്നറിയിപ്പായി നൽകുന്ന ഈ വിശുദ്ധ ഖുർആനിന്റെ നിത്യസത്യമാകുന്ന ഹക്കിലേക്ക് വരാനും, അങ്ങനെ നിങ്ങളുടെ ഹൃദയങ്ങൾ യഥാർത്ഥ നിലയിൽ അള്ളാഹുവിനെ കുറിച്ച് ഭയപ്പെടാനും നിങ്ങൾക്ക് സമയമായില്ലേ എന്ന് ചോദിച്ചിട്ടുള്ള പറഞ്ഞത് ഫത്വാല അലൈഹിമുൽ അമദ് ഫഖസത് ഖുലൂബുഹും. അവരും ആരംഭ കാലഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നില്ല. അവരും നല്ലവരായിരുന്നു, അള്ളാഹുമായിട്ട് ബന്ധമുള്ളവരായിരുന്നു, റബ്ബിനോട് എപ്പോഴുമുള്ള ബാധ്യതകൾ നിർവഹിക്കുന്നവരായിരുന്നു, വേദഗ്രന്ഥം അനുസരിച്ച് ജീവിക്കുന്നവരായിരുന്നു. പിന്നെ എവിടെയാണ് അവർക്ക് അബദ്ധം പറ്റിയത്? കാലം പിന്നിടും തോറും. എങ്ങനെ? കാലം പിന്നിടും തോറും, കാലം ഇങ്ങനെ കഴിഞ്ഞു പോകും തോറും ഫഖസത് ഖുലൂബുഹും, ഹൃദയങ്ങൾ കടുത്തു പോകുന്നു. ഇതല്ലേ എനിക്കും നിങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആദ്യകാലങ്ങളിൽ വെള്ളിയാഴ്ചത്തെ ഉത്ബോധനം എന്നൊക്കെ പറയുന്നത് അതിങ്ങനെ കാതോർത്തിരുന്നിട്ട് അതിനങ്ങനെ തന്നെ ജീവിതത്തിൽ സ്വീകരിക്കാൻ തയ്യാറായ നമ്മുടെ ഒരു മുൻ തലമുറയുണ്ട്. അത് അവിടെ
ഞങ്ങൾ അങ്ങനെയാണ് പഠിച്ചതെന്ന് പറയും. പട്ടാളപ്പള്ളിയിലെ ഹുത്തുബ കൊണ്ടാണ് ഞങ്ങൾ പഠിച്ചതെന്ന് പറയും. അല്ലെങ്കിൽ എറണാകുളത്താണെങ്കിൽ മദീന മസ്ജിദ് കൊണ്ടാണ് ഞങ്ങൾ പഠിച്ചതെന്ന് പറയും. അതിനിങ്ങനെ പഠിച്ചിട്ട് അല്ലെങ്കിൽ പുള്ളിയപ്പടി അങ്ങനെ പല പണ്ടത്തെ അതുപോലത്തെ മിമ്പറുകളിൽ നിന്ന് ഞങ്ങൾ ഇങ്ങനെ പഠിച്ചിട്ടാണ് എൻ്റെ ജീവിതം ഇങ്ങനെയായത് എന്ന് പറയും. പക്ഷെ കാലം പിന്നിടുന്തോറോ അവരുടെ കാലം ഇങ്ങനെ പിന്നിട്ട് വരുന്തോറും അവരുടെ ഹൃദയങ്ങൾ കടുത്തു പോകുന്നു. അത്തരം ഒരു അവസ്ഥയെ തൊട്ട് അല്ലാഹു തആല നമ്മളെ സംരക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, വലിയൊരു അപകടമാണ് ഖാസിയത്തുൽ ഖുലൂബ്. ഖുർആൻ പലയിടങ്ങളിലും അത് പറഞ്ഞിട്ടുണ്ട്. ഹൃദയം കടുത്തു പോവുക എന്ന് പറയുന്നത് അള്ളാഹു ഇറക്കിയ സത്യത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകാനും അള്ളാഹുവിനെ കുറിച്ചുള്ള യഥാർത്ഥമായ ഭയഭക്തി നഷ്ടപ്പെട്ടു പോകാനും ഇടയാക്കുന്ന കാരണമാണ്. അതുകൊണ്ട് ഒരിക്കലും ഒരു വിശ്വാസിയുടെ ഹൃദയം അള്ളാഹുവിന്റെ മുന്നിൽ കടുത്തു പോകുന്ന ഒരവസ്ഥ ജീവിതത്തിൽ ഇല്ലാത്ത വിധം അള്ളാഹുമായിട്ടുള്ള ഖുശൂഇനെ വിളക്കി ചേർക്കണം. നമ്മൾ കൂടുതൽ അമലുകൾ കൊണ്ട് അള്ളാഹുമായിട്ടുള്ള ബന്ധം ഏറ്റവും സുദൃഢമാക്കി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. ആ ആയത്തിൽ അവസാനിപ്പിച്ചുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞു, വകസീറും മിൻഹും ഫാസിഖൂൻ. പൂർവിക വേദഗ്രന്ഥത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും ഇനി ഈ വേദഗ്രന്ഥത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും അധിക ആളുകളും അവർ അധർമ്മമായ അധാർമികമായ തോന്നിയവാസ ജീവിതങ്ങളിലാണ് എന്ന് പറഞ്ഞിട്ടാണ് അല്ലാഹു തആല ആയത്ത് അവസാനിപ്പിച്ചത്. അതുകൊണ്ട് ഞാൻ നിങ്ങളൊന്ന് ആലോചിക്കുക. ജീവിതത്തിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്ന വെറുതെ പെരുന്നാൾ ആഘോഷിക്കാനും നോമ്പ് പിടിക്കാനും മാത്രമായിട്ടുണ്ടാക്കിയതല്ല ചന്ദ്രവർഷം. എന്റെയും നിങ്ങളുടെയും ഹിസാബിന്റെ വേളയിൽ 100 വയസ്സ് വരെ ഒരാൾ ജീവിക്കുമ്പോൾ 103 വയസ്സിന്റെ കണക്ക് അയാൾ പറയും, അല്ലെ? അങ്ങനെയാണ് സൂറത്തുൽ കഹ്ഫിൽ പറഞ്ഞത്. 300 എന്ന് നിങ്ങൾ പറഞ്ഞു, അല്ലെങ്കിൽ അല്ലെങ്കിൽ 9 കൂടി അവിടെ കൂട്ടിക്കോ. ആ കണക്ക് പറയേണ്ട ഒരു ഉമ്മത്താണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിശ്വാസികളാണ് നമ്മളങ്ങ് കൃത്യമായ ഓർമ്മയോടുകൂടി കണക്ക് പറയാനുള്ള ഒരു പ്രതീക്ഷ, ഒരു പ്ലസ് എനിക്കും നിങ്ങൾക്കും കിട്ടുമോ എന്നൊരു ചിന്ത നല്ലതാണ്. മൈനസുകൾ ഉണ്ടാക്കാൻ ഒരു പ്രയാസവുമില്ല. നമ്മൾ വിചാരിക്കുന്നത് പോലെ ജീവിച്ചാൽ മതി, നമുക്ക് തോന്നിയ പോലെ ജീവിച്ചാൽ മതി. നമ്മൾ ഇഷ്ടപ്പെടുന്നത് പോലെ, നമുക്ക് സൗകര്യമുള്ളപ്പോൾ നമസ്കരിക്കുകയും നമുക്ക് സൗകര്യമുള്ളതുപോലെ നമ്മൾ സമ്പത്തുകൾ കൈകാര്യം ചെയ്യുകയും നമ്മുടേതായിട്ടുള്ള പല രൂപത്തിലും കോലത്തിലും ജീവിച്ചാൽ മൈനസുകൾ ഉണ്ടായിക്കോളും. മൈനസ് ഉണ്ടാകാനല്ല, പ്ലസ്സുകൾ ഉണ്ടാകാൻ വേണ്ടിയാണ് വിശ്വാസികൾ അല്ലാഹു തആല പറഞ്ഞയച്ചത്. അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു എല്ലാ കാര്യങ്ങളെയും അതിന് ശരിയാവണ്ണം മനസ്സിലാക്കി ഏറ്റവും നല്ല ഒരു തീരുമാനത്തോടുകൂടി ഏറ്റവും നന്നായി അള്ളാഹുവിൻ്റെ സംതൃപ്തിയോടുകൂടി തിരിച്ചു പോകാനുള്ള മഹാസൗഭാഗ്യം അവൻ്റെ പരമമായ കാരുണ്യത്താൽ നമുക്കെല്ലാവർക്കും, നമ്മുടെ കുടുംബത്തിനുൾപ്പെടെ എല്ലാവർക്കും അല്ലാഹു തആല അതിനുള്ള മഹാസൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام. اللهم صل وسلم على نبيك محمد وعلى آله وصحبه وسلم. أما بعد اتقوا الله عباد الله. സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം യഥാവിധി മുത്തക്കികളായി ജീവിച്ച് യഥാർത്ഥ മുസൽമാന്മാരായി നമ്മുടെ ഓരോരുത്തരുടെയും മരണത്തെ കണ്ടുമുട്ടാനുള്ള പരിശ്രമം എപ്പോഴും നമ്മൾ ഓരോരുത്തരും നിലനിർത്തിക്കൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി സ്വന്തത്തോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിന്റെ പല ആയത്തുകളുടെയും ഒന്നിലേറെ സ്ഥലങ്ങളിൽ അവൻ ഓർമ്മപ്പെടുത്തിയ ഒരു സംഗതിയാണ് വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലു. ഈ ആശയത്തിൽ നമുക്ക് ഖുർആനിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത് വായിക്കാൻ കഴിയും. നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അള്ളാഹു അശ്രദ്ധവാനല്ല. അള്ളാഹു ഒരിക്കലും അശ്രദ്ധവാനല്ല. നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച്, അഥവാ മനുഷ്യവംശം പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അള്ളാഹു അശ്രദ്ധവാനല്ല. നമ്മൾ ഓരോരുത്തരും എത്ര കണ്ട് എത്രത്തോളം അള്ളാഹുവിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ
ചിട്ടപ്പെടുത്തി പ്രവർത്തിക്കുന്നു എന്നത് അള്ളാഹു സസൂക്ഷ്മം നിരീക്ഷിക്കുന്നവരാണ് എന്നതാണ് അള്ളാഹുവിനെ കുറിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും അചഞ്ചലമായ വിശ്വാസം. 2, അള്ളാഹു തആല പറയുന്നത് പോലെ യൗമ ഹും ബാരിസൂൻ, എല്ലാവരും മനുഷ്യരായി അള്ളാഹു തആല സൃഷ്ടിച്ച എല്ലാവരും വെളിക്കു വരുന്ന ഒരു ദിവസമുണ്ട്. എവിടെയാണോ അവർ അന്ത്യവിശ്രമം കൊള്ളുന്നത്, എവിടെയാണോ അവർ അവസാനമായി എത്തപ്പെട്ടത്, ആ എത്തപ്പെട്ടിടത്ത് നിന്ന് അവരെല്ലാവരും വെളിക്കു വരുന്ന, എല്ലാവരും പുറത്തേക്ക് വരുന്ന ഒരു ദിവസമുണ്ട്. അതാണ് നമുക്കൊരാശ്വാസം. വിശ്വാസിയുടെ ഏറ്റവും വലിയ ആശ്വാസം അതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, 10-12 വയസ്സുള്ള നമ്മുടെ മക്കള് വളരെ കൊല ചെയ്യപ്പെടുന്നു എന്നുള്ളതിനേക്കാൾ കൂട്ടം ചേർന്ന് ആ കുട്ടിയെ മാനഭംഗപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ പരലോകം വേണ്ടേ? നീതി കിട്ടണ്ടേ? നമ്മുടെ ഒരു മകളാണെങ്കിൽ ആ മാതാപിതാക്കളിൽ ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെ അതിനെക്കുറിച്ച് തേടിക്കൊണ്ടിരിക്കൂലേ? തീർച്ചയായിട്ടും പരലോകമുണ്ട്. പരലോകം ഉണ്ടായേ പറ്റൂ. പരലോകം ഉണ്ടെങ്കിൽ മാത്രമേ മനുഷ്യന് നീതി കിട്ടൂ. അതുകൊണ്ട് അള്ളാഹ് പറയാണ്, ആരെല്ലാം അള്ളാഹു പടച്ചിട്ടുണ്ടോ ആ പടച്ചവർ മുഴുവൻ, അള്ളാഹ് പടച്ച മുഴുവൻ പടപ്പുകളും വെളിക്ക് വരും, പുറത്തു വരും. എന്നിട്ടോ ഒരാളുടെ ഒരു പ്രവർത്തനവും അള്ളാഹുവിൽ നിന്ന് മറച്ചു വെക്കാൻ കഴിയാത്ത ഒരു ദിവസം, എല്ലാം വെളിക്ക് അല്ലാഹു തആല കൊണ്ടുവരുന്ന ഒരു ദിവസം. അള്ളാഹുവിന്റെ ചോദ്യം, എവിടെയോ ഇന്ന് അധികാരം കിട്ടി എന്ന് പറഞ്ഞവർ, ഞങ്ങൾ അധികാരത്തിൽ ഇരിക്കുകയാണ്, അതുകൊണ്ട് ഞങ്ങളെ തൊടൂല, ഞങ്ങളുടെ കയ്യിലാണ് ഭരണം, അതുകൊണ്ട് ഞങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല, ഇവിടെ ഞാനാണ് നാട്ടുമൂപ്പൻ, അതുകൊണ്ട് ഞാൻ പറയുന്നതാണ് ഇവിടുത്തെ നിയമം എന്ന് പറയാൻ കഴിയില്ല. അന്ന് ചോദിക്കുക, ആർക്കാണോ അധികാരമുള്ളത്? എല്ലാ അധികാരങ്ങളും അള്ളാഹുവിന്റെ മുൽക്കിയത്തിലേക്ക്, അവന്റെ അധികാരത്തിലേക്ക് അവൻ പിടിച്ചെടുത്ത് ഒരാൾക്കും ഒരു അധികാരവും ഇല്ലാതാക്കുന്ന ദിവസം. യൗമ ലാ തംലികു നഫ്സുൻ ലിനഫ്സിൻ ശൈഅൻ വൽ അംറു യൗമഇദിൻ ലില്ലാഹ്. എല്ലാം അള്ളാഹുവിൻ്റെതായി അവൻ പിടിച്ചെടുക്കുന്ന ദിവസം. അള്ളാഹ് പറയാണ്, ലില്ലാഹി അൽ വാഹിദുൽ ഖഹാർ, ഏകാധിപതിയായി, സർവാധിപതിയായി, സ്വേച്ഛാധിപതിയായി, ഖഹാർ, അള്ളാഹുവിന് മാത്രം അധികാരങ്ങൾ ചെന്ന് ചേരുന്ന ഒരു ദിവസം, എല്ലാവരെയും പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ട് എന്ന് മനസ്സിലാക്കിക്കോ. ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾക്കനുസരിച്ച് പ്രതിഫലം നൽകപ്പെടുന്ന ദിവസം. ഒരാളോടും ഒരു തരിമ്പും അനീതി കാണിക്കാത്ത ഒരു ദിവസം. അങ്ങനത്തെ ഒരു ദിവസം വരാനുണ്ട് എന്ന് യഖീനോട് കൂടി വിശ്വസിച്ചിട്ടാണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത് എങ്കിൽ ഇങ്ങനെ ജീവിച്ചാൽ മതി. ഇത്രയും മതിയോ നമുക്ക്? കുറച്ചുകൂടി നമുക്ക് നമ്മുടെ റബ്ബിന്റെ മുന്നിലേക്ക് ഭയഭക്തിയുള്ളവരായി, ആ റബ്ബിലേക്ക് കൂടുതൽ അടുത്തു നിൽക്കുന്നവരായി, ആ റബ്ബിന് കൂടുതൽ ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിരതരായി, ആ റബ്ബ് വിരോധിച്ച കാര്യങ്ങളെ ഗൗരവത്തോടു കൂടി കണ്ട് ഒഴിവാക്കുന്നവരായി നമുക്ക് ജീവിക്കേണ്ടത്. ആലോചിച്ചാൽ മതി. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ ഒരു വചനമുണ്ട്. മഹാനായ പ്രവാചകൻ പറഞ്ഞു, അള്ളാഹ്ക്ക് ഭയങ്കര രോഷമാണ് കേട്ടോ. അള്ളാഹ്ക്ക് അങ്ങേയറ്റത്തെ വെറുപ്പാണ്, രോഷമാണ്. അള്ളാഹുവിന്റെ രോഷ പ്രകടനം അള്ളാഹു തആല പ്രകടിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി പറഞ്ഞു, വഇന്നൽ മുഅ്മിന യഗാറു, വിശ്വാസികളെ നിങ്ങൾക്കും അതിനോട് രോഷം ഉണ്ടാകണം, നിങ്ങൾക്കും അതിനോട് രോഷ പ്രകടനം നടത്താൻ കഴിയണം, ക്രോധമുണ്ടാകണം, ദേഷ്യം ഉണ്ടാകണം. അള്ളാഹ് ദേഷ്യപ്പെട്ടതാണ്. അതുകൊണ്ട് വിശ്വാസികളെ നിങ്ങൾക്കും അത്തരം കാര്യങ്ങളോട് രോഷവും ദേഷ്യവും കോപവും ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വിശ്വാസിയായ ഒരു മനുഷ്യൻ അള്ളാഹ് വിരോധിച്ച കാര്യങ്ങൾ ചെയ്യുമ്പോഴുണ്ടാകുന്ന ദേഷ്യമാണ് അള്ളാഹുവിന്റെ ദേഷ്യത്തിന്റെ കാരണം. അപ്പൊ വിശ്വാസികളിൽ നിന്ന് എന്ത് തോന്നിയവാസം വരുമ്പോഴും നമ്മളും കൂടിച്ചേരലല്ല, നമ്മളും അതിനോട് ഇഴുകിച്ചേരലല്ല, ആൾക്കൂട്ടത്തിൽ നമ്മളിങ്ങനെ കൂടിക്കൊടുക്കലല്ല. അതിനോട് നമ്മുടെ കൃത്യമായ രോഷപ്രകടനം, അള്ളാഹുവിന്റെ രോഷമുള്ള ആർഭാടത്തിന്റെ, അഹന്തയുടെ, പൊങ്ങച്ചത്തിന്റെ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു പിടി
രോഷപ്രകടനങ്ങൾ നടത്തേണ്ട മേഖലകളിൽ നമ്മൾ ആ രോഷപ്രകടനം കൃത്യമായി പ്രകടിപ്പിക്കുക തന്നെ വേണം. അള്ളാഹ് പ്രകടിപ്പിച്ചതാണ്, വിശ്വാസികളും അത് പ്രകടിപ്പിക്കേണ്ടതാണ് എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസ് ഇമാം മുസ്ലിമിൽ നമുക്ക് വായിക്കാം. അങ്ങനെ വർജിക്കേണ്ട കാര്യങ്ങൾ സ്വയം വർജിച്ചും വർജിക്കപ്പെടേണ്ടവരിൽ നിന്ന് വർജിക്കപ്പെടേണ്ടതാണ് എന്നവരെ ബോധ്യപ്പെടുത്തിയും അതിനോടുള്ള നമ്മുടെ എതിർപ്പുകൾ കൃത്യമായി നമ്മൾ രേഖപ്പെടുത്തിയും നന്മകളോടൊപ്പം നമ്മൾ സഞ്ചരിക്കാൻ വേണ്ടി സന്നദ്ധമാവുക. തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പാടെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ സന്നദ്ധമാവുക. അങ്ങനെ അള്ളാഹുവിനുള്ള യഥാർത്ഥ ഖുശൂ നിലനിർത്താനുള്ള സമയമായില്ലേ എന്ന ചോദ്യത്തിന് ഞങ്ങളിതാ നിന്നിലേക്ക് വരുന്നു എന്ന നിഷ്കളങ്കമായ പശ്ചാത്താപത്തോടെയും ആത്മാർത്ഥമായ ജീവിത സമർപ്പണത്തോടും കൂടി ഒരു പുതിയ വർഷത്തെ വരവേൽക്കാൻ നമുക്കെല്ലാവർക്കും പരിശ്രമിക്കാം, ആത്മാർത്ഥമായ പ്രതിജ്ഞയെടുക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലയിലും നമ്മയും നമ്മുടെ കുടുംബത്തെയും പ്രത്യേകമായി അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിം ഉമ്മത്തിന് അല്ലാഹു തആല എല്ലാവിധ ഇസ്സത്തും നൽകി ലോകത്ത് തന്നെ അള്ളാഹു ഈ സമുദായത്തെ പ്രത്യേകമായ അവരുടെ കാരുണ്യത്താൽ സംരക്ഷിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും എല്ലാവിധ ബുദ്ധിമുട്ടുകളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നുമൊക്കെ അള്ളാഹു തആല ഈ ഉമ്മത്തിൽ പ്രത്യേകമായ സംരക്ഷണം ഏർപ്പെടുത്തുമാറാകട്ടെ. ആത്മാർത്ഥമായ നിഷ്കളങ്കമായ നീതിയെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗത്തിൻ്റെ കൈകളിലേക്ക് അള്ളാഹു തആല നമ്മുടെ ഭരണാധിപത്യത്തെയും ലോകത്തിൻ്റെ ക്രമത്തെയും ഒക്കെ അള്ളാഹു തആല കൊണ്ടെത്തിക്കുമാറാകട്ടെ. താങ്ങാൻ സാധിക്കാത്തതും തടുക്കാൻ കഴിയാത്തതുമായ എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും മാനസികമായ വ്യഥകളിൽ നിന്നും ശാരീരികമായ അസുഖങ്ങളിൽ നിന്നുമെല്ലാം അല്ലാഹു തആല നമ്മളെ ഏവരെയും സംരക്ഷിക്കുമാറാകട്ടെ. അവൻ്റെ കരുണാ കടാക്ഷം ഇഹത്തിലും പരത്തിലും എപ്പോഴും നമ്മളെ പൊതിഞ്ഞു നിൽക്കുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട പിതാമഹന്മാരും പിതാമഹികളുമായിട്ടുള്ള നമ്മുടെ പൂർവികരായ മാതാപിതാക്കളോടൊപ്പം നമുക്ക് ശേഷം വരുന്ന നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷയാകുന്ന നമ്മുടെ സന്താനങ്ങളോടും സന്താന തലമുറകളോടുമൊപ്പം അവൻ്റെ അനുഗ്രഹീതമായ സ്വർഗീയ ആരാമങ്ങളിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഇവരെ എല്ലാവരെയും അല്ലാഹു അവൻ്റെ കത്തിയാളുന്ന നരകാക്കിയെ തൊട്ട് കാക്കുകയും ചെയ്യുമാറാകട്ടെ. اللهم إنا نتوكل على كل حالنا وعلى كل أمورنا لا حول ولا قوة إلا بالله عليك توكلنا وإليك ننيب. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم ادخلنا الجنة يا رب العالمين. اللهم أحينا بالقرآن والسنة وأمتنا مع الإيمان والتوبة. توفنا مسلمين وألحقنا بالصالحين. نجنا مما نخاف ونحذر ورب ارحمهما كما ربونا صغارا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.